ഫ്രണ്ട്സ്, എവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഭർത്താവാണെങ്കിൽ ഞാൻ അവളെ കൊന്നാനെ. എന്താണെന്നല്ലേ, കൂടുതലായി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നുമല്ല, സിജോയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ സമയത്ത് ആയുള്ള ഇഷ്യൂ ആണ്. സിജോയുടെ കല്യാണമാണ് അതിൻ്റെ മെയിൻ. എന്താണെന്ന് ഞാൻ പറയാം. സിജോയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ സമയത്ത് നോറ സിജോയുടെ ദേഹത്ത് കേക്ക് ചെയ്തു. ഈ കേക്ക് ചെയ്യുന്ന സമയത്ത് അവർക്കൊന്നും പ്രശ്നമില്ല. അവരുടെ ഇതിൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്താന്ന് അവർ പറയുന്നു. ഇത് പ്രശ്നമുള്ളത് വേറൊരാളാണ്, നമ്മുടെ ദിയ കൃഷ്ണ. നമ്മുടെ കൃഷ്ണകുമാർ ആക്ടറുടെ മോളായ ദിയ കൃഷ്ണ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വഴി ഒരുപാട് വീഡിയോ ഇടുന്ന ഒരു ഫാമിലിയായിട്ട് ഫുള്ളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിയ അത് ഈ പറഞ്ഞിരിക്കുന്നൊരു ഇതാണ്. ഈ ഇത് കണ്ടിട്ട് എൻ്റെ ഭർത്താവായിരുന്നു ഞാൻ അവളെ കൊന്നേനെ. നമ്മൾക്കിപ്പം ഒരു റിസപ്ഷൻ സമയത്ത് അല്ല എന്തെങ്കിലും നമ്മുടെ മുഖത്ത് കേക്ക് തേക്കുവാണ്, നമ്മൾ അവരെ കൊന്നു കഴിഞ്ഞാൽ, ഒരു കേക്കിൻ്റെ മുഖത്ത് തേച്ച് നമ്മൾ കൊന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ ജയിലിലേക്കാണ് പോകുന്നത്. ശരിയല്ലേ? അവർ ചെയ്തത് ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങൾ വിലയിരുത്തുക. നമ്മൾ ഈ കേക്കിൻ്റെ നിസ്സാര കാര്യത്തിനൊക്കെ അവരുടെ മുഖത്ത് അല്ല നമ്മുടെ മുഖത്ത് നമ്മൾ ഇതിലൊക്കെ കേക്ക് ഫ്രണ്ട്സൊക്കെ നമ്മുടെ മുഖത്തൊക്കെ കേക്ക് തേച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ നേഴ്സിംഗ് പഠിച്ച സമയത്ത് എൻ്റെയൊക്കെ മുഖത്ത് കേക്ക് വെച്ച് ഇടി തരുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു ഫ്രണ്ട്ഷിപ്പ്. അത് ഫ്രണ്ട്ഷിപ്പ് അല്ലെന്നാണ് നമ്മളങ്ങ് വിട്ടുകളയും. ഇതല്ല. ഇത് ദിയ കൃഷ്ണ അതിൽ ഏറ്റെടുക്കുകയും അത് ഭയങ്കര വിവാദമായും മനോരമയിലൊക്കെ വരികയൊക്കെ ചെയ്യുന്ന വാർത്തയായിരുന്നു. പക്ഷേ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നമ്മൾ ഇപ്പം എന്തുവാണേലും ആയിക്കോട്ടെ, അത് അവരുടെ ഇതാണ്. അവർ തമ്മിൽ ഇതിനും നമ്മുടെ സിജോയ്ക്കും ഇഷ്യൂസ് ഇല്ല. പിന്നെ ഇവരെന്തിനാ ദിയ കൃഷ്ണ അത് ഏറ്റുപിടിക്കുകയും അത് ഭയങ്കര വിവാദങ്ങളിലൊക്കെ വെച്ച് ചാടിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ഭർത്താവാണെങ്കിൽ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇത് ഇപ്പം എല്ലാവർക്കും നമ്മളെല്ലാവരും കൊല്ലാൻ പറ്റും. തെറ്റ് ശരിയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും കൊല്ലാനാണ് ഈ കാലത്ത് അങ്ങനെ ജീവിക്കാൻ പറ്റിയല്ലോ. ഇത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഇതായിട്ടല്ലെന്ന് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പക്ഷെ നമ്മളിപ്പോൾ ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കേക്ക് തയ്ച്ചെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുക, അത് അവരുടെ അവർക്ക് കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവർ ഒരുപാട് വീഡിയോ ഇടുന്നുണ്ട്. സിജോ ഇടുന്നുണ്ട്, ഇവരൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അത് ശരിയാ തെറ്റോ എന്നതിനെ കുറിച്ചല്ല നമ്മൾ പറയും. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇത് കഴിയുമ്പോൾ നമ്മൾ കേൾക്കും, മുഖത്ത് തേക്കും, വെള്ളത്തിലിട് ചെയ്യാം. അത് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ആ സമയത്തിന് അത് വേറൊരാളതിന് പുറകെ വന്നിട്ട് എന്തും കമൻറ്റ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമില്ല, അവർ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അത് മറ്റുള്ളവരുടെ ഒരാളുടെ കാര്യത്തിൽ അവർ ചെന്ന് തലയിടുക, അതിൽ ചെന്ന് ചാടുക, എന്നിട്ട് അവർ വലിയ ഹീറോയ, അങ്ങനെയുള്ള ഒരു ലേശത്തിലാണ് എനിക്കത് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇപ്പം നിങ്ങൾ നമ്മുടെ ഭാഗത്ത് ചിന്തിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ മുഖത്ത് കേക്ക് ബർത്ത്ഡേക്കൊക്കെ കേക്ക് തേക്കും. നമുക്ക് ഇവർ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം. അത് നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതായിട്ട് നമ്മൾ വേറൊരാളെ നമ്മൾ ചെയ്യാൻ നമ്മൾ സമ്മതിക്കുകയില്ല. അത് ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ഇതിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഇപ്പം നിങ്ങൾക്ക് വേണം ഒരു കമൻറ്റ് ചെയ്യാം, ബ്രോ അത് അവരുടെ ഇത് വന്നു സിജോയെ അപ്പം ലിനുവിന് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മോൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ മോൻ ഞാനും കണ്ടതാണ്. പക്ഷെ ആ വീഡിയോയിൽ അത് പെട്ടെന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഷോക്കായിപ്പോയി, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പം മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളും കൂടെ ഉൾപ്പെടുന്നത് ശരിയാണ്. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ദിയ കൃഷ്ണയുടെയൊക്കെ ഒരുപാട് നമുക്ക് വേണമെങ്കിൽ കുറ്റങ്ങളും കുറവുകളും നമുക്കും കണ്ടുപിടിക്കും. എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനാണ് നമുക്ക് അതിനെ ഇതുള്ളൂ. ഓരോരുത്തരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല, അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിലായിരിക്കും അവർ ചെയ്തത്. അത് അവരുടെ അങ്ങോട്ട് വെറുതെ വിടുക. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.